ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാർ പുസ്തകം 17-ാം അധ്യായം 16-ാമത്തെ വാക്യം. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയിലും അത്ഭുതങ്ങൾ തുടരുന്നു. നാം ഇന്നലെ ചിന്തിച്ചതിന് തുടർമാനമായി മറ്റൊരു വചന വെളിപ്പാട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകുന്നു. വളരെ പ്രാർത്ഥനയോടെ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന വചനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവസ്ഥലം പ്രാർത്ഥിക്കുന്നു. ഏലിയാവിൻ്റെ ജീവിതത്തിൽ 2 മേഖലകളാണ്. ഒന്ന് കെരീത്തും, 2 സാരഫത്തും. എന്താണ് കെരീത്ത്? കെരീത്ത് ഒരു പരീക്ഷാ സ്ഥലമാണ്, എന്നാൽ സാരഫത്ത് ഒരു ശോധനയുടെ സ്ഥലമാണ്. കെരീത്തിലെ പരീക്ഷ എന്താണ് ഈ ശാപകാലത്ത് പ്രവാചകനെ പോറ്റുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി? ഈ കെരീത്തിൽ എങ്ങനെ ആഹാരമുണ്ടാകും? ഈ കെരീത്തിൽ ദൈവത്തിൻ്റെ പരിഹാര പ്രവൃത്തി എന്താണ്? പ്രവാചകനെ ഒരു രഹസ്യ സങ്കേതം എന്ന തലത്തിൽ ഒളിപ്പിച്ച് പാർപ്പിക്കുന്ന കെരീത്തിൻ്റെ ഈ ഉൾക്കാടുകളിൽ ദൈവം കൽപ്പിച്ച കാക്കയെക്കാളും അതിന് പറയേണ്ടത് ഒരു മലങ്കാക്ക, റാവൻസ്, മാംസം കൊണ്ട് കൊടുക്കുവാൻ തക്കോണം പ്രാപ്തിയുള്ള ഒരു പുരുഷന് കഴിക്കുവാനുള്ള അപ്പവും ഇറച്ചി കൊണ്ടെത്തിക്കുവാനുള്ള ദൂത് ഏറ്റുവാങ്ങിയ ആ മലങ്കാക്ക ഇവിടെ വരും എന്നുള്ള ദൈവത്തിൻ്റെ ആ ഒരു നിയോഗം വിശ്വസിക്കുവാൻ, ആശ്രയിക്കുവാൻ, ഉറയ്ക്കുവാൻ കെരീത്തിൽ പ്രവാചകന് കഴിഞ്ഞു. ഏലിയാവിന് ഒരിക്കലും വിഷയം കാക്കയല്ല. ഏലിയാവിൻ്റെ വിഷയം തൻ്റെ മുമ്പിൽ ഒഴുകുന്ന തോടല്ല. കാരണം കൊടിയ ക്ഷാമമാണ്, കഠിനമായ വേനലാണ്. ഏതു നിമിഷവും ഈ അരുവിയിലെ വെള്ളം പറ്റാം, തോട്ടിലെ വെള്ളം കുറയാം. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ കാക്കയുടെ വരവ് നിന്നു. പക്ഷേ ഏലിയാവ് ഭാരപ്പെട്ടില്ല. തൻ്റെ വിഷയം അപ്പവും വെള്ളവുമല്ല, തൻ്റെ വിഷയം ദൈവമാണ്, ദൈവരാജ്യമാണ്, ദൈവവചനമാണ്, ദൈവിക ദൗത്യമാണ്. തൻ്റെ മുമ്പിലുള്ള ദൈവിക പദ്ധതിയെ സഹായിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ് ഈ കാക്കയും തോട്ടിലെ വെള്ളവുമൊക്കെ. തൻ്റെ പ്രവചനത്തിന് താൻ തന്നെ ഇരയായി എന്ന് പറയുന്ന പോലെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തോട്ടിലെ വെള്ളം കുറഞ്ഞ് ഇല്ലാതായി. കാക്കയുടെ വരവ് നിലച്ചു. രാവിലെയും വൈകിട്ടും ഈ മലങ്കാക്ക അപ്പവുമായി വന്ന് ഏലിയാവിനെ പോഷിപ്പിക്കും. നമുക്കറിയാം, കൊട്ടാരത്തിൽ പോലും ആഹാരമില്ലാതെ വിഷമിക്കുന്ന കാലഘട്ടമാണ്. അപ്പോഴും പ്രവാചകന് രാവിലെയും വൈകിട്ടും വളരെ സുഭിക്ഷമായ ആഹാരം കഴിക്കുവാനുണ്ട്. രാവിലെയും വൈകിട്ടും എന്നുള്ള ചിന്തയിൽ ഉച്ചയ്ക്ക് ഒരു സമയം കാക്ക ഉച്ചഭക്ഷണമായി വരുന്നില്ല. കാരണം അടുത്ത ചില നാളുകൾ കഴിയുമ്പോൾ ഒരു നട്ടുച്ചയ്ക്ക് പ്രഭാതം കഴിഞ്ഞ് കർമ്മേലിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു ഏലിയാവ്. എൻ്റെ ഒരു ചിന്ത, പ്രവാചകനെ ദൈവം പരിശീലിപ്പിക്കുക. നാളുകളിൽ ദൈവപ്രവർത്തന മുമ്പിൽ, തീയുടെ മുമ്പിൽ നിൽക്കുവാൻ തന്നെ ഒരുക്കുന്ന ഒരു ദൈവം. നാം ചിന്തിച്ചത് കാക്കയുടെ വരവ് നിന്നു. ഒരിക്കലും ഏലിയാവിന് എൻ്റെ പരിഹാരം എന്തിയെ, എൻ്റെ നിലനിൽപ്പിൻ്റെ അടുത്ത പോംവഴി എന്താണ് എന്നുള്ള ചിന്ത തന്നെ ഒട്ടും അലട്ടിയില്ല. കാരണം എല്ലാം പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും സർവശക്തന ദൈവമാണ്. കാക്കയുടെ വരവ് നിന്നപ്പോൾ കാക്കയെ തേടി പോയില്ല. കാക്കയല്ല വിഷയം. കാക്കയാണെങ്കിൽ ആർക്കും ഒന്നും കൊടുക്കുകയില്ല, ഉള്ളതോടെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. ആർക്കും ഒന്നും കൊടുക്കാത്ത കാക്കയെ കൊണ്ട് പ്രവാചകന് കൊടുക്കുവാൻ ദൈവം അനുവദിച്ചു. കാക്കകൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അപഹരിക്കുന്നു, പക്ഷെ ഇവിടെ ദൈവം കൽപ്പിച്ച കാക്ക കൊണ്ട് കൊടുക്കുന്നു. അപ്പോഴാണ് കാക്കയുടെ വരവ് നിന്നത്. ഏലിയാവിൻ്റെ വിഷയം അപ്പവും വെള്ളവുമല്ല. കാക്കയുടെ വായിൽ അപ്പം കൊടുത്തുവിട്ട അപ്പൻ ജീവിക്കുന്ന കാലത്തോളം ഏലിയാവിനെ സംബന്ധിച്ച് ഇതൊരു വിഷയമല്ല. പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിഹാരമുണ്ട്, പോംവഴികളുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. അപ്രകാരം ഒരു പദ്ധതിയായിരുന്നു കെരീത്ത്. എന്നാൽ സാരഫത്ത് പരിശോധനയുടെ സ്ഥലമാണ്. എന്താണ് പരിശോധന? ശോധനകൾ. താൻ പ്രവാചകനാണെന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് പ്രവാചകൻ ഇപ്പോൾ കെരീത്തിൽ നിന്ന് സാരഫത്തിലേക്ക് എത്തിച്ചേർന്നു. അതെന്താണ്? സാരഫത്തിൽ പല വിധവമാരുണ്ടെങ്കിലും കർത്താവ് കൽപ്പിച്ച വിധവ ആ സഹോദരിയുടെ വീട്ടിനകത്ത് കലത്തിലും ഭരണിയിലും അത്ഭുതങ്ങൾ ചെയ്യുന്ന പ്രവാചകൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ വായിൽ അരുളപ്പാടുണ്ട്, ദൂതുണ്ട്, പ്രവചന ശബ്ദമുണ്ട്. കുറവുകളെ പരിഹരിക്കുവാൻ, കുറവുകളെ നിറവുകളാക്കി തീർക്കുവാൻ, ഇല്ലായ്മയിൽ നിന്ന് അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുവാൻ, ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ പ്രവാചകന്റെ വാക്കുകൾ കഴിയും. ദൈവത്തിന്റെ പ്രവാചകന്മാരെ ബഹുമാനിപ്പാൻ, അവരുടെ വാക്കുകളെ അനുസരിപ്പാൻ നമുക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ. ഇവിടെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ സഹോദരി കേട്ടു. ആദ്യത്തട അവർ കഴിക്കാതെ പ്രവാചകന് കഴിക്കാൻ കൊടുത്തു. പ്രവാചകൻ ആ അപ്പം കഴിച്ചപ്പോൾ വിധവയുടെയും മകൻ്റെയും വിശപ്പ് മാറിയില്ല. പക്ഷേ എൻ്റെ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. അവർ കഴിക്കേണ്ട അവസാനത്തെ അവരുടെ
അപ്പം പ്രവാചകന്റെ ഈ ക്ഷാമകാലത്തിലെ ആദ്യത്തെ അപ്പമായി മാറിയപ്പോൾ ആ വീട്ടിൽ പിന്നത്തേതിൽ കലത്തിലും ഭരണിയിലും അത്ഭുതങ്ങളായി മാറി. കലത്തിലും ഭരണിയിലും അത്ഭുതം സംഭവിച്ചു. ഈ സഹോദരി മരിക്കാൻ പോയ സമയത്ത് വീട്ടുകാരെയോ ബന്ധുമിത്രാദികളെയോ ചർച്ചക്കാരെയോ സ്നേഹിതരെ ആരെയും കാണുന്നില്ല. പക്ഷെ ആ വീട്ടിൽ അത്ഭുതം സംഭവിച്ചപ്പോൾ ഇപ്പോൾ ചർച്ചക്കാരും വീട്ടുകാരും സ്നേഹിതരും ഈ വീട്ടിലെ അത്ഭുതം കാരണം അവരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. നിങ്ങളുടെ ജീവിതത്തിലേക്കും ദൈവിക പദ്ധതികളെ നിങ്ങൾ അനുകൂലിക്കുന്നെങ്കിൽ, ദൈവിക പ്രവർത്തനങ്ങളോട് ചേർന്ന് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ, ദൈവനീതിയോട് നിങ്ങൾ ചേർന്ന് പോകുമെങ്കിൽ, ദൈവദിനത്തെ നിങ്ങൾ അനുസരിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ജീവിതത്തിൽ അനുവദിക്കുമെങ്കിൽ നിങ്ങളുടെ ലൈഫിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഇതുവരെയും ഏലിയാവ് ഈ കഠിനമായ ക്ഷാമത്തിൽ ഒറ്റ വീട്ടിലും തീർന്നുകൊണ്ടിരിക്കുന്ന ഭരണിയിലെയും കലത്തിലെയും മാവോ എണ്ണയോ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ സാരഫത്തിലെ വിധവയുടെ വീട്ടിൽ ഒരത്ഭുതം സംഭവിച്ചു. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇപ്രകാരമുള്ള ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും. അതോടുകൂടി ഇതൊക്കെയും നമുക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ പ്രവാചകനെ ആ ഭവനത്തിൽ പുലർത്തുവാൻ, സഹകരിപ്പിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ അനുവദിച്ച ആ സഹോദരിക്ക് പിന്നത്തേതിൽ മരിക്കണമെന്നുള്ള ചിന്ത ഉണ്ടായതേയില്ല. പ്രവാചകന്റെ സാന്നിധ്യവും പ്രവാചകന്റെ വാക്കുകളും മരണത്തെ നീക്കി ജീവൻ കൊണ്ടുവന്നു. ശാപത്തെ മാറ്റി അനുഗ്രഹത്തെ വിളിച്ചു വരുത്തി. അങ്ങനെയാണെങ്കിൽ ഈ വചനങ്ങൾ നമുക്ക് വിശ്വസിക്കാം. ഇന്ന് പൽക്കാലം ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ്.